ഒരു ചെറിയ കുട്ടിയോട് നിന്റെ ഏറ്റവും വിലയുള്ള വസ്തു എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം പറയുന്നത് നമ്മെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്താണെന്നോ, അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം, അതിന് 10 15 അല്ലെങ്കിൽ 50 രൂപ വരെയൊക്കെയോ വിലയുണ്ടാവുള്ളൂ. ആ വസ്തുവിനെയാണ് അവൻ ഏറ്റവും വിലയുള്ള വസ്തുവായി കണക്കാക്കുന്നത്. എന്നാൽ ഇതേ സാധനം ഒരു മുതിർന്നയാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വില കൽപ്പിക്കാത്തതുമാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ. പക്ഷേ ഈ കുട്ടിയോട് നമ്മൾ നേരിട്ട് പറയുകയാണെന്ന് വെച്ചോളൂ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിന് യാതൊരു വിലയുമില്ലാത്തതാണ്, ഇതിനേക്കാൾ എത്രയോ വില കൂടിയ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികമായ നില എന്തായിരിക്കും? മനുഷ്യരുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അന്യോന്യം ഒരേ വില കൽപ്പിക്കുന്നവരല്ലല്ലോ. ചില ആളുകൾ ചിലർക്ക് വില കൽപ്പിക്കുമ്പോൾ മറ്റു ചിലരെ തീരെ തഴം താഴ്ത്താനും അവർ മറക്കാറില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? അതേക്കുറിച്ച് ചിന്തിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യം വായിക്കട്ടെ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. വാക്യം ഇങ്ങനെ തുടരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ അധ്യായം ആരംഭിക്കുന്നതും ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടിക്കൊണ്ടാണെങ്കിലും വാസ്തവത്തിൽ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലല്ല. നമ്മൾ വായിച്ച വാക്യവും ഏകവചനത്തിലുള്ളതാണ്. നീ എനിക്കെന്നുള്ളതാണല്ലോ എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ അതും ഏകവചനത്തിലല്ല നാം ചിന്തിക്കേണ്ടത്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ചില സാധനങ്ങളൊക്കെ ചിലരുടെ കൈവശം ഇരിക്കുമ്പോൾ അതിന് ഒരുപക്ഷെ വില കൂടുതൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളെ ഭരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിയോ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോ അവരുടെ പോക്കറ്റിൽ ഒരു 15 രൂപയുടെ പേന കരുതിയാലും നമ്മൾ വിചാരിക്കുന്നത് ഏതോ കൂടിയ വിലയുള്ള പേനയാണെന്ന്. എന്നാൽ അതേ ഉന്നത അധികാരമുള്ള ഭരണാധികാരിയുടെ കയ്യിൽ 100ന്റെ ഒരു നോട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് സാധാരണക്കാരായ നമ്മുടെ പോക്കറ്റിൽ 100 രൂപ ഇരുന്നാലും രണ്ടിനും ഒരേ മൂല്യം തന്നെയാണുള്ളത്. ദൈവവും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ സകല മനുഷ്യരുടെയും ആത്മാക്കൾക്ക് ഒരേ വിലയാണ് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഏതൊരു വ്യക്തിക്കും ശരിയായ വില ലഭിക്കുന്നത് ദൈവസന്നിധിയിൽ മാത്രമാണ്. മറ്റ് എവിടെയും മാർക്കറ്റ് പോലെ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം പ്രൈസ് കൂടും, പിറ്റേ ദിവസം അതേ സാധനത്തിന് പ്രൈസ് കുറയും. അത് മാർക്കറ്റിൻ്റെ സ്വാഭാവികതയാണ്. ഇങ്ങനെയല്ലേ നമ്മുടെ കാര്യങ്ങളും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ വലിയ കാര്യമായിരിക്കും, വലിയ ഇഷ്ടമായിരിക്കും, വലിയ പൊങ്ങച്ചം പറച്ചിലും ഒക്കെ ആയിരിക്കും. എന്നാൽ അതേ നാവ് കൊണ്ട് അതേ ആളുകൾ നിസാര കാര്യത്തിന് വേണ്ടി നമ്മളെ താഴ്ത്തി കെട്ടുകയും താഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യില്ല. ഒരു ആസ്പത്രിയിൽ തീരെ അവശതയിലായിരുന്ന ഒരു രോഗിയോട് അദ്ദേഹത്തെ പരിചരിക്കുന്ന ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഈ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്നറിയാമോ? ഈ സാധുവായ മനുഷ്യൻ പലരുടെയും പേരുകൾ പറഞ്ഞപ്പോൾ ഡോക്ടർ അതിനെ ഇങ്ങനെയാണ് തിരുത്തിയത്, അല്ല സുഹൃത്തെ, ഒരിക്കലുമല്ല. ആസ്പത്രികളിലെ അല്ലെങ്കിൽ ഈ ആസ്പത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഇവിടെ കഷ്ടമനുഭവിക്കുന്ന രോഗികളാണ്. നിങ്ങളെയാണ് ഞങ്ങൾ ഏറ്റവും VIP പരിഗണനയിൽ വെച്ചിരിക്കുന്നത്. ഇത് കേട്ടാൽ ഏത് രോഗിക്കാണ് ആശ്വാസം ലഭിക്കാത്തത്? ഒരു ഡോക്ടറുടെ ദൃഷ്ടിയിൽ ഒരു രോഗിക്ക് അത്രയും പരിഗണന ലഭിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ല, ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ എണ്ണിയിരിക്കുന്നു. നോക്കൂ സുഹൃത്തെ, സഹോദരങ്ങളെ, സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വാർദ്ധക്യത്തിലുള്ളവർക്കാണ് ഏറ്റവും വിലയില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. എത്രയോ മാതാപിതാക്കന്മാരാണ് വാർദ്ധക്യത്തിൽ ആരുമില്ലാത്തവരായി തീർന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? പണ്ടൊരു കാലത്ത് കേട്ടുകേൾവി പോലുമില്ലാത്തത് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അതായത് വൃദ്ധസദനങ്ങൾ. ഒരിക്കൽ ഈ കുഞ്ഞുങ്ങളെ താരാട്ടുപാടിയും കഥ പറഞ്ഞുറക്കിയതുമായ ഈ മാതാപിതാക്കന്മാർ ഇന്ന് അവർക്ക് ഒരു വിലയുമില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. പൊതുവെ ഞാൻ എല്ലാവരോടുമായി പറയുന്നു, ഇവിടെ ആര് നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളവർ തന്നെയാണ്.
നിങ്ങളെ പരിഗണിക്കാൻ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഒരു ദൈവം സദാ നിങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നുണ്ട്. മാനവരാശിക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് സർവശക്തനായ ദൈവം തൻ്റെ ഓമനക്കുമാരനായ യേശു തമ്പുരാനെ ഈ താണലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യർക്കും വേണ്ടി പീഡ അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു കടങ്കഥയല്ല, യാഥാർത്ഥ്യമാണ്. അതെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ട നിലകളിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആരാധന മാത്രമാണ്. തമിഴിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്: പടൈത്തലവൻ പടപ്പതെല്ലാം മനുവുക്കാകെ, മനുവെ പടൈത്തതോ നമ്മെ അറുന്ത് വണങ്കൈ. അതായത് ഈ ലോകത്തിലുള്ള സകലതും മനുഷ്യനെ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കിയതോ ദൈവത്തെ അറിഞ്ഞ് നമസ്കരിക്കുവാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് പ്രിയരെ, നമ്മെ സ്നേഹിക്കുവാൻ യാതൊരു അർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം തീർന്നു പോയിട്ടില്ല, തീർന്നു പോവുകയുമില്ല. ദൈവത്തിൻ്റെ കരുതൽ തീർന്നു പോയിട്ടില്ല, തീർന്നു പോവുകയുമില്ല. ആകയാൽ എല്ലാ നിരാശയും വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർന്ന് വരുന്നു. ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങയെ സ്നേഹിപ്പാനും ആരാധിപ്പാനും അടിയങ്ങളെ പിന്നെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.